ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി പറയാണ്, എൻ്റെ വീട്ടുകാർക്കും എനിക്കും ഈ ഒരു അസുഖം വല്ലാത്ത പേടിയാണ്. ഞങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാക്കുന്നതാണ് എൻ്റെ അമ്മ. അത് കേട്ട ഉടനെ തന്നെ ഇവിടെ സൂര്യ ചോദിക്കുകയാണ്, നിൻ്റെ അമ്മ എന്നോ? എന്നെനിക്ക് മനസ്സിലായില്ല. എന്താണ് അമ്മയെ ഉദ്ദേശിച്ചത്? നിൻ്റെ അമ്മയാണോ? അയ്യോ, എൻ്റെ അമ്മയാണോ നീ ഉദ്ദേശിച്ചത്? നീ ഒരു പേടിയും പേടിക്കണ്ട. അങ്ങനെയല്ല സൂര്യ സാർ, ഈ ഒരു അസുഖം എന്ന് പറയുന്നത് അത് വൃത്തിയും വെടുപ്പോടു കൂടിയും ഈ വീട്ടിൽ കൊണ്ടു നടക്കണം. അതായത് ഈ അസുഖം വന്ന വീട്ടിൽ വറവിടൽ, അതുപോലെ തന്നെ മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കൽ, അതൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. വേണമെങ്കിൽ ഞാനിത് മാറിയതിന് ശേഷം ഒരു 5 ദിവസം അത്രേ വേണ്ടിയുള്ളൂ. മാറിയതിന് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് വരാം. കാരണം ഒരിക്കലും ഈ വീട്ടിൽ അതൊന്നും നിരോധിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ദൈവം ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വല്ലാതെ ഈ അസുഖം കൂടുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് കേട്ടോ. അത് കേൾക്കുന്ന സൂര്യ പറയണേ, ഓഹോ, അപ്പം നീ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട്ടുകാരാണ്. എൻ്റെ വീട്ടുകാർ ഇവിടെ മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുമെന്നാണ് നിൻ്റെ ഭയല്ലേ? അത് കേട്ട ഉടനെ തന്നെ അതിന് പറയാണ്, ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, ഒരിക്കലും ഇതൊന്നും ഉപയോഗിക്കാൻ പാടത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിന്ന് പോയിക്കോളാം. ഈ വീട്ടിലുള്ളവർ ഞാൻ കാരണം ഒരിക്കലും ബുദ്ധിമുട്ടരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണേ, അത് പറ്റത്തില്ലല്ലോ, എൻ്റെ അമ്മയെ എൻ്റെ അച്ഛനെ ഉപദേശിച്ച് നേരാക്കാനൊക്കെ എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് സുദേവൻ വരുന്ന രംഗത്തെക്കുറിച്ച് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ സുദേവൻ വരുന്നു. സുദേവനോട് മകളെ കൊണ്ടുപോകാൻ പത്മ പറയുന്നു. ഇതേ സമയം തൻ്റെ മകളെ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ കൊണ്ടുപോകാൻ തനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് സൂര്യയോട് പറയുമ്പോൾ സൂര്യ പറയണേ, ഒരിക്കലും സൂര്യ നന്ദിനിയെ നിങ്ങൾക്കൊപ്പം വിടുന്നെങ്കിൽ നന്ദിനി ഇവിടെ നിന്ന് അസുഖം മാറിയതിന് ശേഷം ഞാൻ ഒരുപാട് തവണ തളർന്നിട്ടും പല അവസ്ഥകളും എനിക്ക് വന്നിട്ടുണ്ട്. ആ അവസ്ഥയിലൊക്കെ എന്നെ കൈപിടിച്ച് കയറ്റിയത് ഈ നിൽക്കുന്ന നിങ്ങളുടെ മകൾ സൂര്യക്ക് തുണയായി നിന്നത് നിങ്ങളുടെ മകൾ ഈ പറയുന്ന നന്ദിനിയാണ്. അപ്പോൾ ആ നന്ദിനി ഇല്ലാതെ എനിക്ക് കഴിയില്ല. നന്ദിനിക്കിപ്പോൾ ഒരാപത്ത് വന്നത് എന്നിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദിനിയെ മാറ്റി നിങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ കൊണ്ടാക്കി തരാം. ഇപ്പോൾ നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം സുദേവൻ പറയുകയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം ഞാൻ ഇരിക്കട്ടെ, ആര്യവേപ്പൊക്കെ അവൾക്ക് പൊന്തിയിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ തടവി കൊടുക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ സൂര്യൻ നേരെ പോകുന്ന മാർക്കറ്റിലോട്ടാണ്. ആ സമയം ആതിരക്ക് വിളിക്കുകയാണ്, ആരതിക്ക് വിളിക്കുകയാണ്. അപ്പോൾ ആരതിയാണെങ്കിലോ ഫോണ് ഇങ്ങനെ എടുക്കാൻ ഒരുങ്ങുമ്പോൾ ഇവരൊരു മാർക്കറ്റിലാണ്. അപ്പോൾ വിവേക് പറയുന്നുണ്ട്, ആരാ ഏട്ടനാണെന്ന് പറയണേ, എന്നാൽ എടുക്കുക എന്ന് പറയണേ. അങ്ങനെ ഫോൺ എടുക്കുക കേട്ടോ. അങ്ങനെ എടുത്തുടനെ, എന്താ ഏട്ടാ ഈ സമയത്ത് വിളിച്ചത്? അതെ, ഞാനൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ നന്ദിനിയില്ലേ, നന്ദിനിക്ക് എന്ത് പറ്റി? നന്ദിനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അവൾക്ക് വസൂരിയാണ്, ചൊള്ളയാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ് കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി ആരതി ചോദിക്കുക, എന്താ ഈശ്വര ഈ പറയുന്നത്? ചൊള്ളയോ? ഈശ്വര പെട്ടല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നീ എവിടെ സൂര്യ? അത് കേട്ടോടുന്നതിന് സൂര്യ പറയണേ, ഞാനിപ്പോൾ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നന്ദിനി തനിയുള്ളതുകൊണ്ട് തന്നെ നന്ദിനിയെ സഹായത്തിന് നീ അവിടെ ഉണ്ടാവണം. ഞാൻ കുറച്ച് ഫ്രൂട്ട്സുകളും മറ്റുള്ള സാധനങ്ങൾ ആര്യവേപ്പൊക്കെ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ അത് കേട്ടോടുന്ന് തന്നെ അവിടെ ആരതി പറയുകയാണ്, ഇനി ഒരു കാര്യം ചെയ്യേ, ഇളനീര് വാങ്ങിച്ചോളൂ, നന്ദിനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളനീര് കൊടുക്കണം, അതൊക്കെ ക്ഷീണത്തിന് നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നത് ശരിയാണ്, ഞാൻ അവൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. നീ എന്തായാലും വീട്ടിലോട്ട് ഇപ്പോൾ പോകാൻ നോക്കിയെന്ന് പറയാം കേട്ടോ. പിന്നീടാണെങ്കിലോ പത്മയാണെങ്കിലോ ഒക്കെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അവളെല്ലാം കൊണ്ട് അവൾ ഈ വീട്ടിൽ നല്ലൊരു നിലയിലാണല്ലേ നിൽക്കുന്നത്. അങ്ങനെ ഈ സമയം പിന്നീട് സൂര്യ പുറത്തുനിന്ന് സാധനങ്ങൾ മേടിച്ചു വരുന്ന രംഗമാണ് കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു പെട്ടി നിറച്ച് ഫ്രൂട്ട്സ്, ഇളനീര് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഇന്ദ്രജയും വേദയും വിജയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ വിജയ് ചോദിക്കുക, ഇതെന്താണെന്ന് ചോദിക്കണേ. ഇതെന്താണെന്ന് അറിയണ്ടേ? ഇത് നല്ല നാടൻ കരിക്ക്, നല്ല അടിപൊളി കരിക്കാണ്. ഇത് കുടിച്ചാലുണ്ടല്ലോ പിന്നീട് പറയാനില്ല. അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം, ചെവിയിൽ വായെന്ന് പറഞ്ഞിട്ട് വിജയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിജയ് പറയണ, അടിപൊളിയാണല്ലോ, എനിക്ക് കഴിക്കാൻ തോന്നുന്നു എന്നിങ്ങനെ വിജയ് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പത്മ പിറകിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് സൂര്യ കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ വിജയ് ഈ വാക്ക് പറഞ്ഞുകൊണ്ട് തന്നെ പത്മ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ വിജയോട് പറയണേ, നിനക്കിപ്പോൾ ഇത് കഴിക്കണോ? എൻ്റെ അളിയനെ ഇത് കഴിക്കണമെങ്കിൽ ഞാനിപ്പോൾ തരാം, നിങ്ങൾ കണ്ണടിച്ച് നിന്നാൽ മതി, ഞാൻ തരാം എന്ന് പറയട്ടോ. ഓ ആയിക്കോട്ടെ എന്ന് പറയണേ. അപ്പോഴേക്കും മണി അവിടെ എത്തുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീടാണെങ്കിലോ ഈ ഒരു ആര്യവേപ്പിൻ്റെ ആ കവറിൽ നിന്നും ആ ഒരു ആര്യവേപ്പ് എടുത്തിട്ട് കണ്ണടിച്ച് നിൽക്കുന്ന വിജയുടെ വായിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ വിജയോട് പറയുന്നുണ്ട്, ഇത് ആദ്യം ഒരു കയ്പൊക്കെ ഉണ്ടാവും, എന്നാലും വേണ്ടില്ല, അങ്ങ് കഴിച്ചോളും, പിന്നീട് നല്ല ടേസ്റ്റ്, അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് നിൽക്കുന്ന വിജയുടെ വായിലോട്ട് ഇത് കുത്തിത്തിരിക്കി കയറ്റുമ്പോൾ വിജയ് ഒരൊറ്റ തുപ്പ് കേട്ടോ. അയ്യേ, ഇത് ആര്യവേപ്പാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ താൻ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ആര്യവേപ്പ് തന്നെയാണ്. എൻ്റെ നന്ദിനിക്ക് ക്ഷീണത്തിന് വേണ്ടി ഇത്രയും ഫ്രൂട്ട്സും അതുപോലെ തന്നെ അവൾക്ക്
ഇളനീരൊക്കെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അവൾക്ക് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ യാതൊരുവിധ ക്ഷീണവും ഉണ്ടാവില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ വീട്ടിൽ മത്സ്യമാംസങ്ങൾ ഇനി കയറ്റാൻ പാടില്ല. ഓരോ വീടിൻ്റെ കതകിനും പുറത്തും ആര്യവേപ്പിൻ്റെ ഇല കെട്ടിവെക്കണം. അതും കൂടി ചെയ്യണം മണി. അതൊക്കെ ഞാൻ പറയുന്നത് പോലെ ചെയ്യേ. ആരെങ്കിലും എന്തെങ്കിലും എതിർപ്പ് പറയുകയാണെങ്കിൽ ഈ സൂര്യയുടെ യഥാർത്ഥ സ്വഭാവം അറിയുമെന്നിങ്ങനെ മണിയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഈ പറയുന്ന നന്ദിനിയുടെ അച്ഛൻ താഴോട്ട് ഇറങ്ങി വരുന്നത്. അപ്പം നന്ദിനിയുടെ അച്ഛൻ പറയണം, ഞാൻ പോട്ടെ, എനിക്ക് എൻ്റെ ഡ്യൂട്ടിയുടെ സമയമാണ്, എൻ്റെ കുഞ്ഞിനെ സുഖമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഓടി വന്നതാണ് സൂര്യ, അതുകൊണ്ട് സൂര്യ സാർ ഞാൻ പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ശരി ശരി നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയും. അപ്പോൾ സൂര്യയാണെങ്കിലും മുകളിലോട്ട് കയറുന്ന ഒരു രംഗമായിരിക്കും. അപ്പോഴേക്കും സുദേവനോട് ഉടനെ തന്നെ പത്മ പറയണേ, നിങ്ങൾ അഹങ്കരിക്കണ്ട, നിങ്ങൾ വിജയിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾ വിജയിക്കല്ല ചെയ്തിരിക്കുന്നത്, നിങ്ങളിവിടെ പരാജയപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മകളെ ഉണ്ടല്ലോ, അപ്പോഴേക്കും നിങ്ങളെ മകളെ നിങ്ങളിവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള പരിപാടി ഇല്ലല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ സൂര്യ താഴോട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ സൂര്യ പറയണേ, ദേ അച്ഛാ, ഞാൻ എന്താ പറഞ്ഞത്, ഈ വീട്ടിൽ വഴിയിൽ തടസ്സമായി ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അവരൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മുടെ നന്ദിനിയുടെ കാര്യം, നന്ദിനി ഇപ്പോൾ ഈ വീട്ടിലാണ് സേഫായിട്ടുണ്ടാവുക. വേറെ എവിടെ കൊണ്ടായാലും ആരും നോക്കാനില്ല. എല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് പോവല്ലേ. പിന്നെ മുത്തശ്ശിയല്ലേ ഉള്ളത്. അതുകൊണ്ട് നന്ദിനിയെ ഞാൻ നോക്കി, നന്ദിനിക്ക് യാതൊരു ആപത്തും ഇല്ലാതെ നന്ദിനിയെ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് പറഞ്ഞു വെച്ചോളാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പത്മക്ക് ദേഷ്യം പിടിക്കുകയാണ്. പത്മക്ക് ഈ പറയുന്ന സൂര്യ ഒരു അടി അടിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ താൻ ഒരടി കൊടുത്താൽ 10 അടി തന്നെ മകനെ തനിക്ക് തിരിച്ചു തരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ഭയപ്പാട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയമാണെങ്കിലോ സുദേവൻ തന്നെ മനസ്സമാധാനത്തോടു കൂടി അവിടെ നിന്നും ഇറങ്ങണം കേട്ടോ. പിന്നീടാണെങ്കിലും പൊട്ടിത്തെറിക്കുകയാണ് ഈ പറയുന്ന ഇന്ദ്രജ. അമ്മ ഇപ്പം എന്താ കാണിച്ചത്, അവൾക്ക് എന്തെങ്കിലും വരുത്താൻ വേണ്ടി ഓരോന്ന് ചെയ്തു വെച്ചത് ഇപ്പം നമുക്കല്ലേ പണി കിട്ടിയത്. ഇനി എൻ്റെ അനിയനും അതുപോലെ തന്നെ ഈ നന്ദിനി എന്ന് പറയുന്നവളും ഇനി അവരുടെ പ്രണയമായിരിക്കും. അത് കാണേണ്ട അവസ്ഥയല്ലേ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ ഇപ്പം അമ്മ ചെയ്തത്. അത് കേൾക്കുന്ന വേദ പറയുന്നത് ശരിയാണ്. ഈ അമ്മ ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്തു വെച്ച് അവർ കൂടുതൽ അടുക്കുകയാണല്ലോ. ഇത്രയും നാളും അവൾ നമ്മളുടെ ഏട്ടനെയായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അവളെ ഏട്ടൻ സംരക്ഷിക്കുന്നത് കാണുമ്പോൾ അവൾ വലിയൊരു തറവാട്ടിലുള്ളതാണെന്ന് തോന്നിപ്പോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ പത്മ പറയണം, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും, നിങ്ങളിങ്ങനെ വഴക്ക് കൂടല്ലേ, പിന്നെ ഞങ്ങൾ എന്താ വേണ്ട അമ്മ, മിണ്ടാതിരുന്നോട് കാര്യമില്ലല്ലോ. ഈ വീട്ടിൽ ഞങ്ങളുടെ സ്ഥാനത്ത് വരേണ്ടവരൊക്കെ ഞങ്ങൾ അവളുടെ സ്ഥാനത്തോട്ടും ഈ പറയുന്ന ഞങ്ങൾക്ക് ഈ വീട്ടിൽ യാതൊരുവിധ വിലയില്ല എന്നൊക്കെ തോന്നുമ്പോൾ പത്മ പറയാണ്, അങ്ങനെ വിലയില്ലാതെ ഈ വീട്ടിൽ ഒരിക്കലും വരില്ല. ഞാൻ ഉള്ളിടത്തോളം കാലം എൻ്റെ മക്കൾക്കാണ് ഈ വീട്ടിൽ വില. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം നാളെ രാവിലെ ചെയ്യും, അത് നിങ്ങളെല്ലാവരും കണ്ടോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനി നന്ദിനിക്ക് അസുഖം കൂടാൻ വേണ്ടിയുള്ള ഒരുപാട് കളികൾ കളിച്ചു നോക്കും. പക്ഷേ ഈ അസുഖം നന്ദിനിയുടെയും സൂര്യയുടെയും ജീവിതം മാറ്റിമറിക്കുമ്പോൾ പത്മക്ക് വലിയൊരു തിരിച്ചടിയാണ് കേട്ടോ ഇവരിൽ നിന്ന് കിട്ടുന്നത്.